ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായില്ല എന്നെ കണ്ടിട്ട്. കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യാണ്ടിരിക്കായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു റീൽസ് ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം കഥയൊന്നും പറയുന്നില്ല. കുറച്ച് ഓണം കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. പക്ഷെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ജസ്റ്റ് എനിക്ക് കൊറിയർ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഭയങ്കര ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്ത കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഓണത്തിന് പറ്റണ കുറച്ച്, എന്നാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ കുറെ പേര് ചോദിച്ചിരുന്നു. നമ്മുടെ പ്ലേറ്റഡ് ഓർണമെന്റ്സ് കണ്ടിരുന്നപ്പോ ചോദിച്ചിരുന്നു, ആന്റീക്കിൽ ഈ പ്രാവശ്യം ഒന്നും കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ പീസ് ഇതാണ് കേട്ടോ. കാശിന്റെ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കല്യാണങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു മാല, ചോക്കർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ കഴുത്തില് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പീസാണ്. ഐഡിയൽ ആയിട്ട് വരുന്ന ഒരു ദേവിയുടെ ഇതുള്ളതാണ് കേട്ടോ. കണ്ടോ, എത്രത്തോളം ഇത് വിസിബിൾ ആണെന്ന് അറിയില്ല, ബട്ട് ഞാൻ മാക്സിമം ഫോട്ടോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഭയങ്കര വെയിറ്റ്ലെസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 800 ബിലോയെ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാല് വേഗം ഓർഡർ ചെയ്തോളൂ. ഇതിനൊരു ഇതിന്റെ സ്റ്റഡ് ഞാൻ നോക്കട്ടെ. സ്റ്റഡ് വരുന്നുണ്ട്. സ്റ്റഡ് അപ്പം ഒരു കുഞ്ഞ് സ്റ്റഡാണ്, ഹെവി ആയിട്ടുള്ള സ്റ്റഡ് അല്ല കേട്ടോ. അപ്പൊ ദേ ആ കാശിന്റെ തന്നെ ഒരു കുഞ്ഞ് സ്റ്റഡാണ് കേട്ടോ. ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കേട്ടോ. ആർക്ക് വേണം, പിള്ളേർക്ക് ഇടാം, വലിയവർക്ക് ഇടാം, പ്രായമന്യേ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതൊരു സംഭവം. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്, ബട്ട് ഞാൻ എന്നാലും കാണിക്കാം കേട്ടോ. ഓ, ആവശ്യ സമയത്ത് ഇതൊന്നും വർക്കാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഇതുണ്ടായിരുന്നു, ബട്ട് നമ്മുടെ കയ്യിൽ അധികം അങ്ങനെ പീസുകൾ ഇല്ലായിരുന്നു കേട്ടോ. 1-2 ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ ഒരു കണ്ട, ഇങ്ങനെയാണ് ഒരു വീഡിയോയിൽ പട്ടി കുരയ്ക്കണത് കേൾക്കുന്നുണ്ടോ ആവോ, ഭയങ്കര പട്ടിയുടെ കുര, അപ്പുറത്തെങ്ങാണ്ടുള്ള പട്ടിയാണ് കേട്ടോ. കണ്ട, നല്ല ബ്യൂട്ടിഫുൾ പീസാണേ. ഇതിന്റെ കൂടെ നല്ലൊരു റൂബിയുടെ സ്റ്റഡും വരുന്നുണ്ട് കേട്ടോ. പേൾ ഡ്രോപ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റഡ് വരുന്നുണ്ട്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത്, ബട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. എന്റെ കോളർ ഡ്രസ് ആയതുകൊണ്ട് അത്ര വിസിബിൾ ആയിരിക്കില്ല. എനിവേ, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു മാലയാണ്. പിന്നെ പിന്നെ ഞാൻ കാണിക്കാൻ പോണത്, ഇപ്പോ ഈ അവസരത്തിൽ കാണിക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഏത് ഒക്കേഷനും, ഇപ്പൊ ഓണം മാത്രമല്ലല്ലോ, ഇനി ചിങ്ങമാസത്തിൽ കല്യാണങ്ങൾ കാണും, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഏത് ഒക്കേഷനും ഇടാൻ പറ്റിയ ഒരു ചോക്കർ ടൈപ്പ്, ചോക്കർ ആയിട്ട് നെക്ലസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വട്ടക്കണ്ണി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രോപ്സ് ആണ് കേട്ടോ. ഭംഗിയായിട്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഈ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഒരു ഡിസൈനിന്റെ മീൻസ് ചുരിദാർ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, സെറ്റ് സാരി ആയിക്കോട്ടെ, ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ സ്റ്റോൺ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയും വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ചേച്ചി ഒരു 1000-600 രൂപയ്ക്ക് ഒരു ഏരിയുടെ നെക്ലസ് ഒപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ഇഷ്ടം. നമ്മള് ഹെവി ആയിട്ടുള്ളത് മാത്രം കൊടുത്താൽ പോരല്ലോ, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയുടെ നെക്ലസ്, ഇതിപ്പോ ഭയങ്കര വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു മാലയാണ് ആക്ച്വലി. വേണ്ട, ഒരു ഫ്ലവർ നിൽക്കാതെ ഞാൻ കൈ ഇവിടെ വെച്ച ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്കൊരു ചാടിപ്പോലെ ഒരു കുട്ടി സ്റ്റഡും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കൊറിയറിനായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എനിക്ക് ഇന്ന് വരുമെന്ന് അറിയാം, ബട്ട് എനിക്ക് ബാങ്കിൽ കൊണ്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് എനിക്ക് പോയേ പറ്റുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതേ കണ്ട, അടിപൊളിയായിട്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ്. പിന്നെ ഈ ഒരു ഐറ്റം
കുറേ പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നതാണ് പെൻഡൻ സെറ്റുകൾ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരെണ്ണം ട്രയലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു ഓണം പച്ച പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാല് ഇതാണ് അതിന്റെ ലോക്കറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ലോക്കറ്റ് ഇതാണ്. സ്റ്റഡ് വരുന്നത് ആ സെയിം പാറ്റേണിൽ വരുന്ന സ്റ്റഡ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് ആണ് കേട്ടോ. ഇതിന് ആക്ച്വലി നമ്മൾ പുറത്ത് കൊടുക്കുന്നതിനേക്കാളും നമുക്കിപ്പോ പല സൈറ്റുകളിലും നമ്മൾ കാണാറുണ്ട്. അതിന്റെ അത്രയും ഒന്നും റേറ്റ് വരുന്നില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഈ വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ പിന്നെ ഓണത്തിന് എല്ലാവർക്കും ഐഡിയിൽ തന്നെ ഇടണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഏത് ഒക്കേഷനിലും ഇടാൻ പറ്റണ ഒരു മാലയാണ് കേട്ടോ ഇത്. സൂപ്പർ ആയിട്ടില്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് ഫോട്ടോ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടോ, ഇങ്ങനെ ഇടാം, കുറച്ചും കൂടെ ഇറക്കി വേണമെങ്കിൽ ഇടാം. സാരിയുടെ ഒക്കെ കൂടെ ഇതായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി ഇതില് നമ്മുടെ മൾട്ടി കളർ ആണ് കേട്ടോ. റൂബി ഗ്രീൻ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ്. ഇതിന്റെ കൂടെ സ്റ്റഡ് നമുക്ക് വരുന്നില്ല. നമുക്ക് ഒരു ജിമിക്കൊക്കെ ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഓണത്തിൻ്റെതായ ഐറ്റംസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഉണ്ട്. ഇത് ഐഡിയൽ അല്ല കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും ഓണം ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ ഓണം ഐറ്റം ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ഏത് ഒക്കേഷനും നമുക്ക് യൂസ് ചെയ്യാം. ലോക്കറ്റ് നല്ല ഹെവി ആണ് കേട്ടോ. മീൻസ് എന്ന് വെച്ചിട്ട് കിലോ കണക്കിനുണ്ടെന്നല്ല, എന്നാലും ഇറ്റ്സ് സോ ക്യൂട്ട്. നല്ല എന്താ മറ്റേ കുരുമുളക് മാലയുടെ ഒരു ഷേപ്പ് ആണ് കേട്ടോ ഇതിന്റെ ചെയിൻ വരുന്നത്. ഇതിന്റെ കൂടെ ഒരു കുട്ടി സ്റ്റഡും വരുന്നുണ്ട്. ഈ കാണിച്ചതൊക്കെ ഒരു 900 ബിലോയെ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതിന്റെ സ്റ്റഡ് ഇതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. ഭംഗിയില്ലേ? അപ്പൊ അതുണ്ട്. അപ്പൊ വേഗം വേഗം കാണിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. തോന്നുന്നു ഇപ്പൊ വരും. അതിനു മുമ്പ് നമുക്ക് ഈ പരിപാടികൾ അവസാനിപ്പിക്കാം. ഇപ്പോ ഇതിന്റെ എന്ത് പെയിന്റ് ആണെന്ന് എനിക്ക് പറയുന്നത് എനിക്ക് അറിയില്ല. എന്നാലും ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു പെയിന്റിന്റെ ഒരു സംഭവമാണ് കേട്ടോ. വിയർത്ത് ഒഴുകുക. കണ്ടോ, ഈ ഒരു പെയിന്റിങ്സ് വരുന്ന ഓർണമെന്റ്സ് ഇല്ലേ? പെയിന്റിങ്സ് എന്നല്ല അതിന് പറയാം, എന്തോ ഒരു നല്ലൊരു പേരുണ്ട്. ഇതെനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. ബോൾസിൽ വരുന്ന ചെയിനാണ് കേട്ടോ. സൂപ്പർബ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പർബ് ആയിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് മോശമായിപ്പോയി. ഞാൻ എനിക്ക് ബാങ്കിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നോണ്ട് തന്നെ വന്ന വഴിക്ക് ഇത് പൊട്ടിച്ച് ഞാൻ ചെയ്യാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് സ്റ്റഡും വരുന്നുണ്ട്, അതും കാണിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓർഡർ അനുസരിച്ച് ഇപ്പം തീർന്നു പോയാൽ തന്നെ പേടിക്കണ്ട, നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാം. ബട്ട് ഓണത്തിന് തലേന്ന് വന്ന് പറയരുത് എനിക്കത് വേണമെന്ന്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ അതിന്റെ കൂടെ വരുന്ന സ്റ്റഡ് ഇതാണ് കേട്ടോ. ഇപ്പൊ കാണിച്ച മാലയുടെ കൂടെ വരുന്ന സ്റ്റഡ് ഇതാണ്. പോബായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് ഐറ്റം അതാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മള് കഴിഞ്ഞ വർഷം സ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ്. ഇതിന്റെ ഫുൾ നെക്ലസ് അല്ലേ, ഇതിന്റെ കുറെ ഓർമ്മയുണ്ടല്ലോ. ഇതിപ്പോ ചോക്കറായിട്ട് വരുന്നുണ്ട്. ഇത് ചെയിൻ തരും കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെയിൻ തരും. അത് പേടിക്കുന്നുണ്ട് കേട്ടോ. ഭംഗിയായിട്ടില്ലേ? ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ഇതൊന്ന് കയ്യിൽ ഒതുക്കട്ടെ ഞാൻ. വേണ്ട, ഇതിന്റെ ചെയിൻ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. സോ അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അതിന്റെ കമ്മലും കൂടെ ഞാൻ കാണിക്കാം. ചാടി വായോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ. കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണം ഐറ്റംസ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ്. നമ്മുടെ കയ്യിൽ പ്ലേറ്റഡ് ഐറ്റംസും ഉണ്ട്. ഇത് ജസ്റ്റ് ട്രെയിലർ മാത്രമാണ് കേട്ടോ. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ട്രയൽ ആയിട്ട് ഓണം സ്പെഷ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ്. സ്റ്റോക്ക് ഉണ്ട് എന്ന് വെച്ചിട്ട് ഓവറായിട്ട് ഞാൻ സ്റ്റോക്ക് ഒന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്.
അപ്പം വേഗം ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് ഒക്കെ സ്വന്തമാക്കാം. പിന്നെ ഈ ഒരു എന്ത് ചെയ്താലും ഇതൊരെണ്ണം വാങ്ങിച്ചോളൂ കേട്ടോ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. അപ്പൊ സ്ക്രീനിൽ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഓർണമെന്റ്സ് ഒക്കെ അയക്കാം. അതുപോലെ തന്നെ കുറെ പലതരം സെറ്റ് സാരികളും നമുക്ക് വന്നിട്ടുണ്ട്, സോഫ്റ്റ് സിൽക്ക് സാരീസ് ഒക്കെ വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ചെയ്യാനും. അമ്മമാർക്കൊക്കെ ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓക്കെ, സെറ്റ് സാരി അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് സിൽക്ക് സാരി വേണം, കാഞ്ചീപുരം സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിലാണ് വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഞങ്ങള് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ ഒട്ടും മിസ് ചെയ്യണ്ട. എല്ലാവരുടെയും സപ്പോർട്ട് ഓണത്തിന് ഞങ്ങൾക്ക് വേണം കേട്ടോ. ഞാനിപ്പം വീഡിയോയിൽ ബാക്ക് ടു ബാക്ക് പറഞ്ഞ് കുറച്ചൊന്ന് ബിസിനസ് ലൈവ് ആയിട്ടുണ്ട്, പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ഞാൻ ചുമ്മാ ബിസിനസ് ചെയ്യാൻ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ബിസിനസ് വീഡിയോ ആണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും മിക്കവരും ഈ വീഡിയോ. ബട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് എന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. കാരണം നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് കണ്ടും, അതുപോലെ ബിസിനസ്സിലേക്ക് എനിക്ക് ഹെൽപ്പ് എന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് സാധനം വാങ്ങിക്കും, അത് എനിക്ക് ഹെൽപ്പാണ്, എന്റെ ഒരു പാഷനാണ്, ഒക്കെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.